തൃക്കാക്കര പാം ടോപ്പ് ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് പരിശോധന നടക്കുന്നു. ഈ സംഭവ സ്ഥലത്ത് നിന്ന് അമൽ സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. അമൽ, എന്താണ് ഈ 17-കാരന് പറ്റിയത്? പറയൂ. SKN അതീവ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ രാവിലെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാക്കനാട് ഭാരത് മാതാ കോളേജിന് അടുത്തുള്ള പാം ടോപ്പ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നാണ് ഈ 17-കാരന്റെ മൃതശരീരം അല്ലെങ്കിൽ ആ ഒരു ഫ്ളാറ്റിന്റെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള ബിൽഡിംഗിൽ നിന്ന് ആളുകൾ കാണുകയായിരുന്നു ഈ 17-കാരന്റെ ശരീരം ഈ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നതായിട്ട്. അതിനെ തുടർന്ന് അവർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ഈ ഫ്ളാറ്റിലുള്ളവരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും ധാരണ ഉണ്ടായിട്ടില്ല. ഏതായാലും പോലീസ് ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ 17-കാരന് സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ ഫ്ളാറ്റ് നിവാസികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം വല്ലാത്ത ആശ്ചര്യമാണുള്ളത്. അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ നടുക്കത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 7 മണിയോട് കൂടിയാണ് ഈ ഒരു വിവരം പുറത്താവുന്നത്. അതിനെ തുടർന്ന് തന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇവിടെ പ്രദേശവാസികൾ എല്ലാവരും കൂടി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ഏതായാലും ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 18-ാം നിലയ്ക്ക് മുകളിലായിട്ട് അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു സൺഷെയ്ഡ് പോലെയുള്ള നെറ്റിൽ ഈ 17-കാരന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇയാൾ നേരിട്ട് ഒരു ആത്മഹത്യാ ശ്രമത്തിന് നടത്തിയതാണോ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് മുതിർന്നതാണോ, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചതാണോ എന്നതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളെല്ലാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദമായ വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഏതായാലും ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. നൈപുണ്യ എന്ന കോളേജിലാണ് ഈ ഒരു 17-കാരൻ പഠിക്കുന്നത്. ഇയാളുടെ മാതാപിതാക്കളെല്ലാം IT ജീവനക്കാരാണ്. അവരും അക്ഷരാർത്ഥത്തിൽ തകർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. SKN. Thank you.